വണ്ണം കുറയ്ക്കാനും ശരീരം ഫിറ്റായിരിക്കാനും ആഗ്രഹിക്കുന്നവർക്കായി ഒരു സൂപ്പർ ഹെൽത്തി കിൻവ സാലഡ് തയ്യാറാക്കിയാലോ? ഡയറ്റ് ചെയ്യുന്നവർക്കും ടേസ്റ്റ് ഒട്ടും കുറവില്ലാതെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി കിൻവ സാലഡ്. ഇത് ഒരു ബൗൾ കഴിച്ചാൽ തന്നെ മനസ്സും നിറയും വയറും നിറയും. ഇത് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒരു ഡ്രസ്സിങ് കൂടി തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ചിയ സീഡ് 2 ടീസ്പൂൺ സോക്ക് ചെയ്യാൻ വയ്ക്കാം. ഇത് മിനിമം 2 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യാൻ വെക്കണേ. തലേദിവസം സോക്ക് ചെയ്യാൻ പറ്റിയ അത്രയും നല്ലതാണ് കേട്ടോ. ഞാനിത് തലേദിവസം സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇനി സാലഡിനായിട്ട് നമുക്ക് കിൻവയാണ് വേണ്ടത്. അത് നമുക്ക് 10 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വയ്ക്കാം. ഇതിലൊരു സാപോളിൻ എന്നൊരു രാസവസ്തു വരും. അത് പോവാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു കയ്പ്പ് ഉണ്ടാവും. അതില്ലാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് 2-3 പ്രാവശ്യം നന്നായി കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ഇത് നമ്മൾ അടുപ്പത്ത് വയ്ക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഇരട്ടി വെള്ളം എടുത്ത് വയ്ക്കണം. കുക്കറിലാണ് പാചകം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതെടുത്ത അതേ അളവ് മാത്രം എടുത്താൽ മതി. ഇത് എടുക്കുമ്പോൾ അളവൊന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം. അപ്പോൾ ഇത് ഇരട്ടി വെള്ളം എടുത്തിട്ട് ഒന്ന് തിളയ്ക്കുമ്പോൾ ഉപ്പും കൂടി ഇട്ട് വെച്ച് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇത് തിളച്ച് വരുമ്പോൾ തന്നെ തീ സ്ലോ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 10-15 മിനിറ്റിനുള്ളിൽ കിൻവ റെഡിയായി കിട്ടും. ആ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം. ഒരു ചെറിയ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി കൊണ്ടാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ കുക്കുംബറാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു ചെറുതാണ്. അത് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പിടി മല്ലിയില വേണം. അത് നന്നായിട്ട് കൊണ്ടാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഒരു പകുതി ക്യാപ്സിക്കാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട്. ഈ പച്ചക്കറിക്ക് നമ്മൾ ഡയറക്റ്റ് കഴിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ നന്നായി കഴുകിയെടുക്കണേ. ഈ ആപ്പിളിൻ്റെ മെഴുക്കൊക്കെ വടിച്ച് കളഞ്ഞിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇതിൻ്റെ പകുതി പോർഷൻ മാത്രമേ നമുക്ക് വേണ്ടൂ. അത് നമുക്ക് നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് കിൻവയുടെ കുക്കായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കിൻവയുടെ റെഡിയായി കിട്ടി. അടുത്തായിട്ട് നമുക്ക് ബ്രോക്കോളിയാണ് എടുക്കുന്നത്. ബ്രോക്കോളി ധാരാളം ഫൈബറും വിറ്റാമിൻ സി, കെ പോലുള്ള പോഷകങ്ങൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ആൻറ്റി ഓക്സിഡൻ്റ് ഒരു കലവറ തന്നെയാണ് കേട്ടോ. ദഹനത്തിനും ഹൃദയാരോഗ്യത്തിനും എല്ലുകളുടെ ആരോഗ്യത്തിനും ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. ഭാരം നിയന്ത്രിക്കാൻ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇതും കൂടി ഉൾപ്പെടുത്തണേ. ഇത് തിളച്ച വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇതിലെ പുഴുക്കളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഉപ്പും ഇട്ട് കൊടുത്ത് നമ്മൾ കുറച്ച് നേരം വെക്കുന്നുണ്ട്. ഇതിനായിട്ട് നമ്മൾ ഒലിവ് ഓയിലാണ് എടുക്കുന്നത്. ഒരു സ്പൂൺ ഒലിവ് ഓയിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ ഉപ്പും കുരുമുളകും ഇട്ടിട്ടാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് നിങ്ങളുടെ അളവിനെ അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ കുറേശ്ശെ മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി സാലഡ് ബൗളിലേക്ക് നമുക്ക് കിൻവ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച കുക്കുംബർ ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങളുടെ അളവിനനുസരിച്ച് മാറ്റം വരുത്തണേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസും ഇതിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തത് തന്നെ എടുക്കണമെന്നില്ല. അളവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് മാറ്റം വരുത്താം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജീസൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാതും ചേർത്ത് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ച മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് മുഴുവനായിട്ട് ചേർത്തില്ല, കുറച്ചുകൂടെ ബാക്കി വെച്ചു. അത് കൂടുതലായിട്ട് വേണ്ട, ഒരു ടേസ്റ്റിനും മണത്തിനും വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബ്രോക്കോളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അടുത്തതായിട്ട് ഒരു ഡ്രസ്സിങ് തയ്യാറാക്കണം. ഇതിന് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഈ ഡ്രസ്സിങ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡ്രസ്സിങ് ഇല്ലാതെ എന്ത് സാലഡ് അല്ലേ. അപ്പോൾ ഡ്രസ്സിങ് തയ്യാറാക്കാനായിട്ട് 3 വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി കുണ്ടാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി നമ്മളൊരു ബൗളിലേക്ക് നമ്മൾ ഒലിവ് ഓയിലാണ് 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഗാർലിക്ക് ചോപ്പ് ചെയ്തെടുത്താൽ മതി, പേസ്റ്റ് എടുക്കണ്ട കേട്ടോ. ഇനി നമ്മൾ ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസ് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് എടുക്കുന്നില്ല, അത് കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റം വരുത്തണേ. പിന്നെ ഒരു 2 തുള്ളി തേനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എരിവിനായിട്ട് കുരുമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇത് മാറ്റം വരുത്തണേ. എരിവും കുരുമുളകും
മധുരവും എല്ലാം ബാലൻസ് ആയിരിക്കണം. 2 പിഞ്ച് ഒറിഗാനോയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മുടെ ചിയ സീഡ് നമുക്കിവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അതും കൂടി 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ പച്ചമുളകും കൂടി കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനത് ചേർത്തിട്ടില്ല. ഇനി നമുക്ക് നമ്മുടെ ഡ്രസ്സിങ് ചേർത്ത് കൊടുക്കുക. അത് നന്നായി മിക്സ് ചെയ്തെടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കുപ്പിയിലിട്ടിട്ട് നന്നായി ഷേക്ക് ചെയ്ത് കൊടുത്ത് എടുക്കാം. ഇത് കഴിക്കുന്ന നേരത്ത് മാത്രമേ ഡ്രസ്സിങ് ചേർക്കാവൂ. അപ്പോൾ നമ്മുടെ ഡ്രസ്സിങ്ങും കൂടി ചേർത്ത് നമ്മുടെ സാലഡ് എല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കണം. എല്ലായിടത്തും ഈ ഡ്രസ്സിങ് എത്തണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ഒരു ബൗള് കഴിച്ചാൽ മതി കേട്ടോ. വയറും നിറയും കേട്ടോ. നിങ്ങൾക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കുമ്പോൾ മടുപ്പും വരത്തില്ല. ഇതുപോലെ ഡ്രസ്സിങ് ഒക്കെ ചേർത്ത് കഴിക്കുമ്പോൾ തന്നെ. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഡയറ്റ് ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണേ. അതുപോലെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതുപോലെ നമ്മുടെ വീഡിയോ ഹൈപ്പ് ചെയ്യണേ. ഹൈപ്പ് എന്ന പുതിയ ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. അതിലൊന്ന് ടച്ച് ചെയ്യണേ. ഹൈപ്പും കൂടി ചെയ്യണേ വീഡിയോ. നിങ്ങൾ നമ്മുടെ ഫാമിലിയിൽ ആദ്യമായിട്ടാണെങ്കിൽ, എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടത്തിൽ വരുന്ന ബെൽ ബട്ടണിൽ ഓൾ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ശരി എന്നാൽ.